കോഴിക്കോട് കുറ്റ്യാടിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ മയക്കുമരുന്ന് നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ പിടികൂടാതെ പോലീസ്. പ്രതി അടുക്കത്ത് സ്വദേശി അജ്നാസിനെ പിടികൂടാൻ തയ്യാറാകാത്തതിനെതിരെ വനിതാ സംഘടനകൾ രംഗത്തെത്തി. കേസിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും പീഡനത്തിനിരയായ കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, ഇങ്ങനെയൊരു സംഭവം അത് എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് നമുക്കറിയാം. ഈ കുട്ടി മാത്രമല്ല, മറ്റ് ഒരു കുട്ടി കൂടി കഴിഞ്ഞ ദിവസം പരാതി ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഈ അജ്നാസ് എവിടെ എന്നുള്ള കാര്യത്തിൽ പോലീസിന് യാതൊരുവിധ സൂചനയും ഇല്ല എന്നാണോ? എന്തുകൊണ്ട് പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിയുന്നില്ല? അമൃത സൂചിപ്പിച്ചതുപോലെ അതീവ ഗൗരവമുള്ളൊരു കേസ് തന്നെയാണിത്. ഇയാൾക്കെതിരെ നിരവധിയായുള്ള ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ അജ്നാസ് എന്ന് പറയുന്ന ആൾ കുറ്റ്യാടിയിൽ ബെക്കാം എന്ന പേരിലുള്ള ഒരു ബാർബർ ഷോപ്പ് നടത്തുന്ന ആളെയാണ്. ചേക്കു എന്നാണ് ഇയാളെ വിളിക്കുന്നത്. ഇയാളെ ഇതുവരെ പോലീസ് പിടികൂടാൻ തയ്യാറായിട്ടില്ല. ഇയാൾ നേരത്തെ ഈ കുട്ടിയുടെ മൊഴിയിലൊക്കെ തന്നെ പറയുന്നത് പോലെ ഈ കുട്ടികളെ വീട്ടിൽ നിന്നും പുറത്തിറക്കി, അതായത് ഈ ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. ഇപ്പം നിലവിൽ 2 കുട്ടികളാണ് ഇയാൾക്കെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. ആ കുട്ടികളൊക്കെ തന്നെ ഈ പിതാവില്ലാത്തതോ അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കുടുംബ പശ്ചാത്തലങ്ങൾ കുറെ കൂടി ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളാണ്. ആ കുട്ടികളെ കൃത്യമായി ഈ എയിം ചെയ്തുകൊണ്ട് ഇവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ കുട്ടികളുമായി അടുപ്പം സ്ഥാപിക്കുക, പിന്നീട് ഇയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക, അങ്ങനെ MDMA, കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ നൽകിയ ശേഷമാണ് ഇവരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുന്നത്. അതിനുശേഷമാണ് ഇവരെ ലൈംഗികമായി ഉപയോഗിക്കുന്നത്. കൂടാതെ ഇയാൾക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ, അതായത് കൂടുതൽ വിദ്യാർത്ഥികളും കുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികളുമായിട്ടുള്ള കൂടുതൽ വിദ്യാർത്ഥികൾ ഇയാളുടെ വലയിൽപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ളൊരു സമഗ്ര അന്വേഷണം ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ഒരു കുട്ടിയുടെ പരാതിയിലാണ്. ആ കുട്ടിയുടെ പരാതിയിൽ പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്നാലും ഇതുവരെ പ്രതിയെ പിടികൂടാൻ പോലീസ് തയ്യാറായിട്ടുള്ള ദിവസങ്ങൾ പിന്നിട്ടു. FIR ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ കേസെടുത്തതിന് ശേഷം ദിവസങ്ങൾ പിന്നിട്ടു. എന്നിട്ടും ഇതുവരെ ഇയാളെ പിടികൂടാനുള്ള യാതൊരു ശ്രമവും പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വനിതാ സംഘടനകളൊക്കെ തന്നെ പോലീസിനെതിരെ കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും അതീവ ഗുരുതരമായി കുറ്റ്യാടി പ്രദേശത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു കൂടുതൽ ആളുകൾ ഇരയാക്കപ്പെട്ട, കൂടുതൽ കുട്ടികൾ ഇരയാക്കപ്പെട്ട ഒരു ഗൗരവമുള്ള ഒരു കേസ് തന്നെയാണ്. ഈ കേസിലാണ് ഇപ്പോൾ പോലീസ് ഈ രീതിയിലുള്ള ഒരു അലംഭാവം കാണിക്കുന്നത്, പ്രതിയെ പിടികൂടാൻ ഇതുവരെ തയ്യാറാകാത്തത്. ഏതായാലും ചേക്കു എന്ന് പറയുന്ന ഇപ്പോൾ നിലവിൽ ഈ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള അജ്നാസ് എന്ന് പറയുന്ന ആൾക്കെതിരെ കൂടുതലായിട്ടുള്ള കുട്ടികൾ കൂടി രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിൽ സമഗ്ര അന്വേഷണം വേണം. കൂടാതെ പഴുതടച്ചൊരു അന്വേഷണം ഈ കാര്യത്തിൽ ആവശ്യമാണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ്, ഇപ്പോൾ ആവശ്യങ്ങളാണ് ഈ വനിതാ സംഘടനയൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഈ പ്രതിയെ പിടികൂടിയതിനു ശേഷമാണ് കേസിൽ എത്രത്തോളം ആരൊക്കെ ഈ കേസിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെ തന്നെ മയക്കുമരുന്ന് ഉപയോഗം, കൂടാതെ ലൈംഗികമായി പീഡിപ്പിക്കുക അടക്കമുള്ള വളരെ ഗുരുതരമായ കുറ്റങ്ങൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെയാണ്, അല്ലെങ്കിൽ ഇയാളുടെ ഈ ലൈംഗിക വൈകൃതം പ്രകടിപ്പിച്ചിരുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെയാണ്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവമുള്ളൊരു കേസായി ഇത് പരിഗണിക്കണം. സമഗ്രമായ അന്വേഷണം വേണം. ഇയാളെ എത്രയും പെട്ടെന്ന് പിടികൂടണം. ഈ രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ വനിതാ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ഇയാളെ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ ഇയാൾ ഇപ്പോൾ ഒടുവിലാണ്, അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളൊരു സ്ഥിരം പല്ലവി പറയുന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഈ കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയുക. അമൃത.